മുഹമ്മദ് ഷമി തിരിച്ചു വരുമെന്നുള്ളൊരു വലിയ വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ക്രിക്കറ്റ് നിരീക്ഷകരും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ഷമി നമുക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അന്ന് അദ്ദേഹം 6 മത്സരത്തിൽ നിന്ന് 9 വിക്കറ്റ് എടുത്തു. അതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു. 24 വിക്കറ്റുകളുമായി ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു. ആദ്യത്തെ 4 മത്സരം കളിക്കാതെയാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിൻ്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ മാത്രമാണ് ഷമിയെ പരീക്ഷിച്ചത്. പിന്നീട് പരിക്കുൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2-3 സീരീസുകളിൽ പരിഗണിച്ചിരുന്നില്ല. ഓസ്ട്രേലിയൻ സീരീസിലും സൗത്ത് ആഫ്രിക്കൻ സീരീസിലേക്കും അദ്ദേഹം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അജിത് അഗർക്കറും ഗൗതം ഗംഭീറും തഴയുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ ബംഗാളിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നു. സയ്യിദ് മുഷ്താഖ് അലിയിൽ പിന്നീട് രഞ്ജിയിൽ 20 വിക്കറ്റുകൾ 4 മത്സരത്തിൽ നിന്ന് അദ്ദേഹം നേടുകയുണ്ടായി. ഫിറ്റ്നസ്സായിരുന്നു പ്രശ്നം പറഞ്ഞിരുന്നത്. പക്ഷേ 204 ഓവറുകൾ അദ്ദേഹം ഈ ഒരു ഡൊമസ്റ്റിക്കിൽ മാത്രം എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കണക്ക് കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫിറ്റ്നസ് പ്രോബ്ലമൊക്കെ മറികടന്നുകൊണ്ട് വിക്കറ്റുകൾ നേടുന്നുണ്ട്. റൺസ് വഴങ്ങുന്നുണ്ടെങ്കിലും ക്രൂഷ്യൽ വിക്കറ്റുകൾ നേടാൻ ഷമി എടുക്കേണ്ടത്. മാത്രമല്ല ഈ ICC ടൂർണമെൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് അത് വേറെ തന്നെയാണ്. ബുംറയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ICC ടൂർണമെൻറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഷമിയുടെ ആ ഒരു മിടുക്കെന്ന് പറയുന്നത്. ICC ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പേസറും അദ്ദേഹമാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു അദ്ദേഹം സഹീർ ഖാനെ മറികടന്നുകൊണ്ട് ആ നേട്ടത്തിലേക്ക് എത്തിയത്. ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ 3 ഏകദിന ലോകകപ്പിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 2015, 19, 23 ഈ 3 ലോകകപ്പുകളിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമാണ്. കഴിഞ്ഞ ലോകകപ്പിലെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഷമി പക്ഷേ ഈ അഗാർക്കറുമായിട്ടുള്ള ഒരു പ്രശ്നം, അവർക്കിടയിൽ ഒരു മഞ്ഞുരുകൽ നടന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നുന്നു. അത് അദ്ദേഹം സെലക്ഷൻ കമ്മിറ്റിക്കെതിരെയൊക്കെ തുറന്നു പറഞ്ഞു. അതൊരു മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവനയൊക്കെ നടത്തിയത്. അപ്പോൾ ലൈം ലൈറ്റിലുള്ളൊരു പ്ലെയർ അസോസിയേഷനെതിരെ ബോർഡിനെതിരെയൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് വലിയ രീതിയിൽ താരത്തെ ബാധിക്കുമെന്നുള്ളത്. കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഉണ്ടാകുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും. അത് ആത്യന്തികമായിട്ട് ബാധിക്കുക പ്ലെയറിനെ തന്നെയാണ്. പക്ഷേ എന്തായാലും നേരത്തെ MS സൂചിപ്പിച്ച പോലെ തന്നെ മഞ്ഞുരുക്കൽ അഗാർക്കറുമായി ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 1 വർഷത്തിന് ശേഷം 10 മാസമായി ഉണ്ടാവും. കാരണം കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. അത്തരത്തിലൊരു 10 മാസത്തിന് ശേഷം ഷമി തിരിച്ചു വരുന്നതെന്നുള്ളൊരു വലിയ പോയിന്റ് ആയിരിക്കും. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം കൊടുത്ത് ഷാർദുൽ ഠാക്കൂറിനെ കൊണ്ടുവരുമെന്നുള്ളൊരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഠാക്കൂർ 2023 അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അത്തരത്തിൽ 2 വർഷത്തിന് ശേഷം വരിക. അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ മുംബൈയുടെ ക്യാപ്റ്റനാണ്. ഡൊമസ്റ്റിക്കിൽ ഗംഭീരമായ പെർഫോമൻസ് ആണ് നടത്തുന്നത്. ലിസ്റ്റയിൽ മികച്ച റെക്കോർഡുകൾ ഷാർദുലിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്.